ഹലോ, എല്ലാവരുടെയും ഓണാഘോഷങ്ങളൊക്കെ എവിടെ വരെയായി? ഞങ്ങൾ തിരുവോണത്തിന്റെ അന്ന് ചെറുതായിട്ടൊന്ന് ഓണാഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ തൃശൂർ അസോസിയേഷന്റെ വക ഓണാഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നേ. ഇവിടെ അടുത്തുള്ള ഇന്ത്യൻ സെൻട്രൽ സ്കൂളിലായിരുന്നു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളപ്പോ അവിടെ പോയാണ് ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എല്ലാ വർഷവും തൃശൂർ അസോസിയേഷന്റെ വക ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. പലതരം കലാപരിപാടികളും മത്സരങ്ങളും ഇതിലുണ്ടാവും. ഓണസദ്യ ഉണ്ട്. അപ്പൊ ഓരോ ഏരിയയിലെ ആൾക്കാരുടെ വക പലതരം കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ മാവേലി. കലാപരിപാടികളൊക്കെ കാണുന്നതിന്റെ ഇടയിൽ സദ്യ കഴിക്കാനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ കൂട്ടം കറികളും 2 തരം പായസവും കൂട്ടി സദ്യ അങ്ങോട്ട് കഴിച്ചു. അധികം കലാകാരന്മാരുടെ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികൾ മുതൽ വലിയൊരു വരെ എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പൂക്കള മത്സരമൊക്കെ രാവിലെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഇവിടെ വന്നുകൊണ്ട് കുറെ അധികം തൃശ്ശൂർക്കാരെ കാണാൻ പറ്റി. എല്ലാവരുടെയും പെർഫോമൻസ് കിടിലനായിരുന്നു കേട്ടോ. ഒന്നിനൊന്ന് മെച്ചായിരുന്നു ഓരോന്നും. എല്ലാ വർഷവും തിരുവോണത്തിന് വീട്ടിൽ നിന്നാണ് ഓണം ആഘോഷിക്കാറ്. ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാരുടെ കൂടെ തിരുവോണത്തിന് അന്ന് ആഘോഷിക്കുന്നത്. കുവൈറ്റിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ സെലിബ്രേഷനുമാണ് ഈ ഓണം. ഇവിടെ ഓണാഘോഷിക്കാൻ വന്നതുകൊണ്ട് തന്നെ നാട്ടിലെ ഓണം അധികം മിസ് ചെയ്തേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറെ അധികം പ്രോഗ്രാം കണ്ടതിന് ശേഷം ഒരു 3 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. ഇവർ ഈ കളിക്കുന്ന പാട്ട് ഏതാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.